വളരെ പ്രാർത്ഥനയോടെ തികച്ചും ദൈവാശ്രയത്തോടെ നമുക്കിന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കാം. ആത്മഭാരമുള്ള ഒരുപറ്റം ദൈവമക്കളുടെ മധ്യത്തിലാണ് ഞാനിന്ന് രാത്രിയിൽ ദൈവവചനവുമായി നിൽക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ദൈവജനം പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കും. ദൈവതേജസ്സിൻ്റെ മേഘം ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ച് നിൽക്കുന്ന കാഴ്ച ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവപൈതലിനും വാപൂട്ടി കാഴ്ചക്കാരെ പോലെ മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പരിസരങ്ങളിലേക്ക് ഇത് വിടുതലായി പരിണമിക്കണം എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാമോ? ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. വീണ്ടും ജനനം അകത്തനുഭവിച്ച ദൈവമക്കളുടെ ജന്മപ്രകൃതിയാണ് ആരാധന. കത്തൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ ആഹ്വാനം ആവശ്യമില്ല. ഇന്ന് രാത്രി ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന സാത്താന്യ ബന്ധനങ്ങളെ സ്വർഗം തകർക്കുമെന്ന ബോധ്യമുള്ള ദൈവജനം ആത്മനിറവിൽ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിൻ്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം തുറന്നോസിൻ്റെ പാഠശാലയിൽ തിരുവെഴുത്തുകൾ തുറന്നപ്പോൾ വ്യാപരിച്ച അതേ ദൈവശക്തി ഇത്രയും ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഈ ജീവൻ്റെ വചനത്തിൽ ചലിക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആ വചനം ഒന്ന് കരങ്ങളിൽ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളും ശിരസുന്നമിപ്പിച്ച് വചനത്തിനായി ശബ്ദമുയർത്തി അഭിമാനത്തോടെ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സിഖ് മതം, ഇസ്ലാം മതം. എല്ലാ മതസ്ഥരും അവരുടെ സ്ഥാപകരുടെ ആശയങ്ങളിലാണ് അവയുടെ അടിത്തറപ്പാകിയിരിക്കുന്നത്. ശ്രീ ബുദ്ധൻ എന്ന വ്യക്തിയിലല്ല, ശ്രീ ബുദ്ധൻ ഉയർത്തിയ ആശയത്തിലാണ് ആ മാർഗം അടിത്തറയിട്ടിരിക്കുന്നത്. മുഹമ്മദ് നബി എന്ന വ്യക്തിയിലല്ല, അദ്ദേഹം ഉയർത്തിയ ആശയത്തിലാണ് ഇസ്ലാം മാർഗം അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ജൈനൻ എന്ന വ്യക്തിയിലല്ല, അദ്ദേഹം ഉയർത്തിയ ആശയത്തിലാണ് ആ മാർഗം അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ലോകത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള സകല മതങ്ങളും ആ സ്ഥാപകർ ഉയർത്തിയ ആശയത്തിൽ അടിത്തറയിട്ടിരിക്കുമ്പോൾ, സ്ഥാപകൻ്റെ ആളത്വത്തിൽ അടിത്തറയിട്ടിരിക്കുന്ന ഒരു മാർഗം ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി നാം പ്രസംഗിക്കുന്ന നസറേനായ യേശുവിൻ്റെ മാർഗമാണ് എന്ന ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ഉച്ചസ്ഥായിയിൽ യേശുവേ എന്നൊന്ന് വിളിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ലജ്ജ കൂടാതെ ഇന്ന് രാത്രി ശബ്ദമുയർത്തി വിളിക്കണം യേശുവേ എന്ന്. ഒരു ദൈവ പൈതൽ പോലും വാ പൂട്ടിയിരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രസംഗ ചാതുര്യത്തിലല്ല ഇവിടെ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി നടക്കുന്നത്. ഏത് കടുങ്കെട്ടു വീണ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റാൻ കഴിവുള്ള യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലാണ് ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഉയർപ്പ് നടക്കരുതെന്ന് വെച്ച് ഉരുട്ടി മുദ്ര വെച്ച കല്ലുകളോടെ പഴന്തുണി കെട്ടുപോലെ തല്ലി തകർക്കപ്പെട്ട തൻ്റെ പുത്രൻ്റെ ശരീരത്തിലേക്ക് ഞായറാഴ്ച രാവിലെ ഇറങ്ങി വന്ന ദൈവശക്തിയുടെ വ്യാപാരം ജോസേഫിൻ്റെ ഇരുൾ മൂടിയ കല്ലറയുടെ മുറിക്കകത്ത് നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ കോണിൽ മഹാദൈവത്തിൻ്റെ സിംഹാസന സ്ഥാനത്തേക്ക് തൻ്റെ പുത്രനെ ഉയർപ്പിച്ചു കൊണ്ടുപോയ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇവിടെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ബലത്തോടെ ചലിക്കുന്നുണ്ട് എന്ന ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ പോരാ.
ആത്മനിയോഗത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ആത്മകണ്ണുകൾ ഉയർത്തി കാണുന്നു. അവൻ തേജസ്സോടെ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ തൊട്ടാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. അവൻ തൊട്ടാൽ മുറിയാത്ത പൈശാചിക കെട്ടുകളില്ല. അവന് അധികാരമില്ലാത്ത ഒരു മേഖലയുമില്ല. ഈ രാത്രി ആ കരം ഇവിടെ ചലിക്കുകയാണ്. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളുടെ കൈക്കുമ്പിളിൽ ആടി ഉലയുന്ന പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റ വാക്കിൽ കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ പ്രകൃതി പിടിച്ചിരുത്തിയതുപോലെ ഇരിക്കാൻ കാരണം അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ കുടികൊള്ളുന്ന ഭൂതബാധിതന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ഒറ്റ വാക്കിൽ പുറത്താക്കാൻ യേശുവിൽ നിന്ന് ശക്തി വ്യാപരിച്ചെങ്കിൽ അവന് പൈശാചിക താവളങ്ങളുടെ മേൽ അധികാരമുണ്ട്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ചാറില്ലാത്തൊരു ചണ്ടി പോലെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധുവായ സ്ത്രീയുടെ വിറയ്ക്കുന്ന കൈ നീട്ടി വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആ ദൈവശക്തിയുടെ പ്രവാഹം അവളുടെ രോഗത്തെ ക്ഷണത്തിൽ നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ രോഗത്തിന്മേൽ യേശുവിന് അധികാരമുണ്ട്. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ ശവക്കുഴിയിലേക്ക് എടുക്കേണ്ട 12 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ അവളുടെ ശരീരത്തിലേക്ക് മടക്കി വരുത്താൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വാപൂട്ടിയല്ല പറയേണ്ടത്, ആത്മാവിൽ പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, ഈ രാത്രിയിൽ മരണത്തിന്മേൽ അധികാരമുള്ള, രോഗത്തിന്മേൽ അധികാരമുള്ള, പൈശാചിക താവളങ്ങളുടെ മേൽ അധികാരമുള്ള യേശു ഈ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന രാത്രി, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രി, നിങ്ങളുടെ മുഴുവൻ കണ്ണുകൾ യേശുവിലേക്ക് ഉയർത്തുക. ഈ രാത്രി വാ തുറന്ന് പറയാൻ കഴിയുമെങ്കിൽ ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി പറയുക. യേശു എന്ന വാക്ക് ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. അത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. അബ്ദൽ ഘടകനാധിക ജഗൽ ഘടകനൗദരാധികൾ ഘടകരാധികനയാരകനക. എല്ലാ ദൈവമക്കളും ആത്മാവിൽ ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കൈ തൊടാതെ ഈ രാത്രി പരിശുദ്ധാത്മാവിടെ രോഗികളെ സൗഖ്യമാക്കുന്ന രാത്രിയാകണം. ആ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ള സകല ദൈവമക്കളും ഒരുമിച്ച് വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ മുൻപേ ഉച്ചരിച്ചതുപോലെ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ഇന്ന് രാത്രി ലജ്ജിക്കേണ്ട, മടിക്കേണ്ട, അപമാനമല്ല അഭിമാനം തന്നെ തോന്നട്ടെ. വാ തുറന്നിന്ന് രാത്രിയിൽ യേശുവേ എന്നൊന്ന് വിളിക്കുന്ന രാത്രിയാകട്ടെ. രക്തത്താൽ ജയം, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഇന്നു രാത്രി ഗ്രൗണ്ടിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർ കരമുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അടയാളത്തോടെ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടു എന്നതിൻ്റെ തെളിവ് ചില ശരീരകോശങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 17 വരെ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ കൃത്യമായി ഒന്ന് വായിച്ച് ലഭ്യമാക്കിയാൽ നന്നായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. വായിച്ചാട്ടെ. ജനം കാത്തുനിന്നു, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും.
അവന് വീശുമുറം കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഒരിക്കൽ കൂടെ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ലോകം കണ്ടിട്ടുള്ള നിരവധി മഹാരഥന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, യുഗപ്രഭാവന്മാർ, തത്വജ്ഞാനികൾ, രാഷ്ട്രമീമാംസകന്മാർ, അവരൊക്കെ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ചു മരിച്ചു മൺമറഞ്ഞ മണ്ണിലാണ് നാം പാർക്കുന്നത്. അവരെക്കാൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് രാത്രി അതൊന്ന് കേട്ട ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കുക മാത്രമല്ല, അതിന്ന് രാത്രിയിൽ കേട്ട് യേശുവിൽ നിന്ന് ചിലത് പ്രാപിച്ചു മടങ്ങുന്ന രാത്രിയായി തീരണം. യേശു ആര്? സോക്രട്ടീസിനെ പോലെ, പ്ലേറ്റോയെ പോലെ, അരിസ്റ്റോട്ടിലെ പോലെ, ഇവിടെ മതം സ്ഥാപിച്ച മതസ്ഥാപകരെ പോലെ ഒരു സാധാരണക്കാരനാണോ യേശു? അവൻ ആര്? അവൻ ഒരു മതസ്ഥാപകനല്ല, അവൻ ഒരു രാഷ്ട്രസ്ഥാപകനല്ല, അവൻ ഒരു തത്വചിന്തകനല്ല, അവൻ കേവലം ഒരു ത്യാഗിയോ യോഗിയോ അല്ല, അവൻ ഒരു സത്യാന്വേഷകൻ അല്ല, അവൻ ആശാരിത്തച്ഛൻ്റെ കൊച്ചനുമല്ല. ഈ പ്രപഞ്ചമാകുന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായ പ്രപഞ്ച ചക്രവർത്തിയുടെ ഏകജാതനാണ് എന്നിന്ന് രാത്രി ശിരസുന്നമിപ്പിച്ചു പറയാനാണ് ഈ സുവിശേഷ യോഗത്തിൻ്റെ ലക്ഷ്യം. ഗോതമ്പ് ദോശയിൽ നിന്ന് ഗോതമ്പ് മാറ്റിയാൽ പിന്നെന്തധികം വരും? ഒന്നും അധികം വരില്ല. സുവിശേഷത്തിൽ നിന്ന് യേശുവിനെ മാറ്റിയാൽ പിന്നൊന്നും അധികം വരില്ല. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു മരിച്ചു മൺമറഞ്ഞ സകലർക്കും മൂന്നേ അധ്യായങ്ങളേ ഉള്ളൂ. 1 ജനനം, 2 ജീവിതം, 3 മരണം. ഈ 3 അധ്യായങ്ങളല്ലാതെ 4-മതൊരു അധ്യായം അവരുടെ ചരിത്രത്തിലില്ല. ഞാൻ ചോദിക്കട്ടെ, അധികാരികൾ നിർദ്ദേശിച്ചതനുസരിച്ച് വിഷപാനീയം വാങ്ങി കുടിച്ചുകൊണ്ട് സോക്രട്ടീസ് ഈ മണ്ണിൽ മരിച്ചു വീണു. ചോദിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അധ്യായം എന്തായിരുന്നു? 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് വീണ രംഗം, ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യയോടൊപ്പം തുറന്ന കാറിൽ യാത്ര ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോക്കിൻ കുഴലിലൂടെ ഏറ്റ വെടിയിൽ ചോരയിൽ കുളിച്ച് ഭാര്യയുടെ മടിയിലേക്കാണ് വീണത്. അതിനുശേഷം ജോൺ എഫ് കെന്നഡിയുടെ അടുത്ത അധ്യായം എന്താണ്? എബ്രഹാം ലിങ്കൻ ചോരയിൽ കുളിച്ചു മരിച്ചു, ഇന്ദിരാഗാന്ധി രക്തത്തിൽ കുളിച്ചു മരിച്ചു, മഹാത്മാഗാന്ധി ഗോഡ്സയുടെ വെടിയേറ്റു മരിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇവരുടെയൊക്കെ ജീവിത ചരിത്രത്തിന് 3 അധ്യായമല്ലാതെ 4-മതൊരു അധ്യായമില്ല. അവർ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ ഏത് ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചോ അത് തന്നെ ഉയർത്തെഴുന്നേറ്റു വന്ന് ചരിത്രം തുടർന്ന ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു അല്ലത്. പോരാ, ഇത്രയും ദൈവമക്കൾ ഇങ്ങനെ സ്തോത്രം ചെയ്താൽ പോരാ. അകം കത്തുന്ന ദൈവമക്കൾ ശിരസുന്നമിപ്പിച്ച് പറയണം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ മരിച്ച് മൺമറഞ്ഞെന്ന് വിചാരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു വന്ന ചരിത്രം തുടരുക മാത്രമല്ല, വെൺമണി ക്രൂസൈഡിൽ വിശ്വസിക്കുന്ന നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ യേശു ഈ രാത്രി ഇതിനകത്തെത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അവന്റെ അധ്യായം മരണം കൊണ്ട് കഴിഞ്ഞില്ല. മരണത്തിന് ശേഷം ചരിത്രം തുടരുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. ഞാൻ പറയട്ടെ, BD വേണമെന്നില്ല, DD വേണമെന്നില്ല, വേദശാസ്ത്ര പണ്ഡിത പാരംഗതനാകണമെന്നില്ല, ഭാഷാ നൈപുണ്യം വേണമെന്നില്ല,
വാക്കുകളുടെ നയാഗ്രാപ്രവാഹം നാക്കിൽ തത്തിക്കളിക്കണമെന്നുമില്ല. എട്ടും പൊട്ടും തിരിയാത്ത, സാമർഥ്യമൊട്ടുമില്ലാത്ത ഒരു സാധുവായ സഹോദരിയോ സഹോദരനോ യേശുവേ എന്ന് പൂർണ്ണ ആശ്രയത്തോടെ വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി 9:15 യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇറങ്ങി ഇടപെടാൻ കഴിവുള്ള ഒരുവനുണ്ട്. അതിരാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. ഞാൻ ലളിതമായി പറയട്ടെ, അവൻ ഏത് വിഷയത്തിനും ഇടപെടും. നിന്റെ ജീവിതത്തിൽ ആശ്രയമുണ്ടോ, അവൻ്റെ കരം ഇടപെട്ടിരിക്കും. ഇത് വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത ഓടിയെത്തുന്നത്. വടക്കേ ഇന്ത്യയിൽ കർണാടകയാണെന്ന് എൻ്റെ ഓർമ്മ. അഗസ്റ്റിൻ എന്നൊരു കർത്തൃദാസൻ പ്രവർത്തന മേഖലയിലേക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് മാത്രമേ പണം കയ്യിലുള്ളൂ. അതും കയ്യിൽ വെച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ടിക്കറ്റ് എടുത്തു. പക്ഷേ കൊടിയ വിശപ്പാണ്, ഉള്ളിൽ കല്ല് ചെന്നാൽ ദഹിക്കുന്ന വിശപ്പ്, കണ്ണ് വല്ലാതെ നനയുന്നുണ്ട്. എങ്കിലും ട്രെയിനിൽ കയറി. ഈ സമയം മനസ്സ് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് പറന്നുപോയി. യേശുവിനെ സേവിക്കുവാനാണ് ഞാൻ ഗ്രാമത്തിലേക്ക് പോകുന്നത്. വിതുമ്പുന്ന അധരങ്ങളോടെ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു. ഡാഡി, മോന് വിശക്കുന്നു. കളി പറഞ്ഞതല്ല, ഉള്ളു പൊള്ളിപ്പറഞ്ഞതാണ്, അകം കത്തിപ്പറഞ്ഞതാണ്. അതേ പദം ആവർത്തിച്ചു. ഡാഡി, ഈ മോന് വിശക്കുന്നു. വല്ലാതെ വിശക്കുകയാ. അത് കഴിഞ്ഞുള്ള 2 കമ്പാർട്ട്മെന്റ് കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പുറത്തു വന്നിട്ട്, സുവിശേഷകൻ അഗസ്റ്റിൻ, പേരേതാണെന്നാണ് ഓർമ്മ, സുവിശേഷകൻ അഗസ്റ്റിൻ ഉണ്ടോ ഇവിടെ എന്ന കമ്പാർട്ട്മെന്റിന്റെ മുൻപിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ കവറ കയ്യിലോട്ട് കൊടുത്തു. ആ കവർ തുറന്നു നോക്കിയപ്പോ ഒരാഴ്ച കഴിക്കാനുള്ളതുണ്ട്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു 2 തുട്ടിട്ടാൽ ചുണ്ടിൽ തിരിവരും തെണ്ടി ദൈവമല്ല. നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി പ്രവർത്തിക്കാൻ അവന് കഴിയും. അവനെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഈ രാത്രിയിൽ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകരുത്. ആ ശബ്ദം ഉയർത്തി ആരാധിക്കുന്നത് അപമാനമല്ല. അകത്ത് കത്തൽ അനുഭവിക്കുന്ന ദൈവമക്കൾ രാത്രി വാ തുറന്ന് വിളിക്കണം, യേശുവേ എന്ന്. അവൻ രാത്രി നിന്റെ വിഷയത്തിൽ ഇറങ്ങി ഇടപെടാൻ ശക്തനാണ്. നിങ്ങൾക്കറിയാമോ, ഈ യേശുവിനെ ഈ ഭൂമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ദൈവം നിയോഗത്തോടെ അയച്ച ഒരു ദൈവഭൃത്യനുണ്ട്. 4 നൂറ്റാണ്ടിൻ്റെ പ്രവാചക ശബ്ദം നിലച്ച തലമുറയിൽ ഏലിയാവിൻ്റെ ശക്തിയോടും ആത്മാവോടും കൂടെ ഒരു പ്രവാചകൻ അയക്കപ്പെടും എന്ന നിർദ്ദേശത്തോടെ, വാഗ്ദാനത്തോടെ മലാക്കി പ്രവചനം അവസാനിച്ച് 4 നൂറ്റാണ്ടുകൾ പ്രവാചക ശബ്ദം നിലച്ച യഹൂദ സമൂഹത്തിൽ മരുഭൂമിയിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു. ഇദ്ദേഹത്തെ ജനിപ്പിച്ചത് തന്നെ, ദൈവം ജന്മം കൊടുക്കാൻ അനുവദിച്ചത് തന്നെ, അവൻ്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ ഉരുത്തിരിയാൻ അനുവദിച്ചത് തന്നെ ഒറ്റ ഉദ്ദേശത്തോടെയാണ്. ഒരു മിന്നൽ പിണർ പോലെ, ഒരു കൊള്ളിമീൻ പോലെ, ഒരു വെള്ളി നക്ഷത്രം പോലെ ആത്മീയ നഭസിൽ ഉദിച്ചുയർന്ന് വേഗം അപ്രത്യക്ഷമാകാൻ ദൈവം മുൻനിർണയിച്ച യോഹന്നാന്റെ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യേശുവിനെ ആ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. യേശു ആരാണ്? യോഹന്നാൻ തൻ്റെ പരിചയപ്പെടുത്തൽ തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവല്ല, ഞാനൊരു വഴികാട്ടിയാണ്. എൻ്റെ പിന്നാലെ ഒരുത്തൻ എത്തിച്ചേരുന്നു, അവനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അത്ര വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അടിമയുടമ സമ്പ്രദായം നിലവിലിരിക്കുന്ന കാലഘട്ടം. വീട്ടിൽ അടിമയുടെ ഡ്യൂട്ടിയാണ് ഉടമയുടെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക എന്നുള്ളത്. എവിടേക്കെങ്കിലും പോകാൻ ഉടമ വീടിൻ്റെ വാതിക്കൽ എത്തുമ്പോൾ പ്രവേശന ഭാഗത്ത് പിന്നിലൂടെ ചെന്ന് മുട്ടുകുത്തി നിന്ന്
ഭവ്യതയോടെ കാലിൽ ചെരുപ്പിട്ടു മുറുക്കി കൊടുക്കുന്ന ദൗത്യം അടിമയുടെ ഡ്യൂട്ടിയാണ്. ഉടമസ്ഥൻ യാത്ര ചെയ്ത് യജമാനൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ പിൻപിലൂടെ ചെന്ന് കുടിക്കാനുള്ള വെള്ളം കൈമാറി കാലിലെ ചെരുപ്പ് മുട്ടുകുത്തി നിന്ന് അഴിച്ചു മാറ്റേണ്ടത് ഒരു അടിമയുടെ ഡ്യൂട്ടിയാണ്. യോഹന്നാൻ പറയുന്നു, ഈ വരുന്ന ആളിനെ കണ്ടില്ലേ, ഇവൻ ആരെന്നറിയാമോ? ഇവന്റെ കാലിലെ ചെരുപ്പൂരി മാറ്റാനുള്ള യോഗ്യത പോലും ഈ സാധുവിനില്ല. അത്ര വലിയവനാണ്. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വിളിച്ചു പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയുന്ന ദൈവമക്കൾ പറയുന്നു, അവൻ സാധാരണക്കാരനല്ല. മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ വേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തനുമില്ലെന്ന് തല ഉയർത്തി പറയാൻ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി പറയണം, ഞങ്ങൾ പ്രസംഗിക്കുന്നത് സാധാരണക്കാരനെയല്ല. മനുഷ്യത്വത്തിൽ അവൻ ഒരു സ്ത്രീയുടെ ഗർഭഗൃഹത്തിൽ ഉരുത്തിരിഞ്ഞു. ദൈവത്വത്തിൽ ആ ജന്മം സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാത്ത ജൈവരാസ ബന്ധമില്ലാത്ത ജന്മമായിരുന്നു. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ അത്തിയിൽ ഫലം തിരഞ്ഞു. ദൈവത്വത്തിൽ ഒറ്റ വാക്കിൽ അത്തിയെ ശപിച്ചുണക്കി. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ പടകിൽ തലയണ വെച്ചുറങ്ങി. ദൈവത്വത്തിൽ ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി. മനുഷ്യത്വത്തിൽ അവൻ ലാസറിന്റെ കല്ലറയുടെ കവാടത്തിൽ കരഞ്ഞു. ദൈവത്വത്തിൽ മരിച്ച് 4 നാളായി നാറ്റം വെച്ചവനെ നന്മയ്ക്കാക്കി പുറത്തു കൊണ്ടുവന്നു. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ പടകിൽ തലയണ വെച്ചുറങ്ങി. ദൈവത്വത്തിൽ ഒറ്റ വാക്കിൽ അവൻ കടലോളങ്ങളെ ശാസിച്ചു നിർത്തി. മനുഷ്യത്വത്തിൽ അവൻ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. ദൈവത്വത്തിൽ അതിന് വരാൻ തുടങ്ങുന്ന ദുരന്തം പ്രവചിച്ചു. മനുഷ്യത്വത്തിൽ അവൻ ഒരു കുറ്റവാളിയെ പോലെ കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. ദൈവത്വത്തിൽ ആ സമയം പ്രകൃതി ഇരുട്ടിൽ മറഞ്ഞു. മനുഷ്യത്വത്തിൽ അവൻ കല്ലറയിൽ ഒതുങ്ങി. ദൈവത്വത്തിൽ അവൻ കല്ലറയെ ഭേദിച്ചുയർത്തു. ഈ രാത്രി വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയുന്നു, ഇല്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, അവന് തുല്യം അവൻ മാത്രം. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയ യേശു, അവനെ യോഹന്നാൻ പരിചയപ്പെടുത്തി തുടങ്ങുകയാണ്. യോഹന്നാന്റെ ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ ഇവിടെയല്ല. യോഹന്നാന്റെ ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത് വാക്യം. സൂചിക്കുഴയിൽ നൂല് കയറുമ്പോൾ തയ്യൽക്കാർ ഏകാഗ്രതയോടെ നോക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞാൻ ഈ സംസാരിക്കുന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലൊന്നുറച്ചിരിക്കണം. ഈ രാത്രിയിൽ ഈ പ്രസംഗം കഴിയുമ്പോൾ ഇതിൻ്റെ കാമ്പും സത്തുമായവൻ നിങ്ങളുടെ വിഷയത്തെ അഴിച്ചെടുക്കാൻ ശക്തനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവാര് യോഹന്നാൻ 1:29 വായിച്ചാട്ടെ. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തണം. യോഹന്നാൻ പരിചയപ്പെടുത്തൽ തുടങ്ങുകയാണ്. ചരിത്ര പ്രസിദ്ധമായ വേദശാസ്ത്ര പ്രാധാന്യമുള്ള ഏറ്റവും ഗൗരവമേറിയ 3 പരിചയപ്പെടുത്തൽ. ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ, യേശു വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് യഹൂദ സമുദായത്തിന് നന്നായി മനസ്സിലാകും. ബുദ്ധി കൊണ്ട് പരീശത്വവും വാർദ്ധക്യം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും നേടിയ യഹൂദ സമുദായത്തിലെ ബുദ്ധിരാക്ഷസന്മാരായ മതത്തിൻ്റെ ആശയങ്ങൾ കമ്പോട് കമ്പ് മനഃപ്പാടമാക്കിയ വേദ പണ്ഡിതന്മാർ ഉൾപ്പെടുന്ന യഹൂദ സദസ്സിന് ഇത് നന്നായി മനസ്സിലാകും. ആണ്ടോടാണ്ട് കൂടുമ്പോൾ ആണ്ടിലൊരിക്കൽ പാപപരിഹാരത്തിൻ്റെ രക്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തെ പെട്ടക സ്ഥാനത്തേക്ക് മഹാപുരോഹിതൻ യാത്രയാകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു യാഗവസ്തുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. മഹാപാപപരിഹാര ദിവസത്തിൽ കൊല്ലപ്പെടുവാൻ തുടങ്ങുന്ന ഒരു ജനതയുടെ പാപം ഏറ്റുവാങ്ങാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞാടിൻ്റെ മരണം നടക്കാൻ തുടങ്ങുന്നു. ആ കുഞ്ഞാടിനെ ദേവാലയങ്കണത്തിൽ യഹൂദന്റെ തങ്കക്കുട കെട്ടിടവും കനക കൊട്ടാരവും എന്ന്
വിശേഷിപ്പിക്കാവുന്ന അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയയിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ ആ തങ്കക്കുട കെട്ടിടമായ യെരൂശലേം ദൈവാലയത്തിന്റെ കവാടത്തിൽ ആ ജനതയുടെ പാപം ഏറ്റുവാങ്ങാൻ കൊല്ലപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടിനെ ചൂണ്ടിക്കൊണ്ട് അവിടെ വരുന്ന മഹാപുരോഹിതനും സംഘങ്ങളും പറയും, ഈ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കൊല്ലപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടാണിത്. എന്നാൽ സക്കറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ അതേ ശൈലിയിൽ പരിചയപ്പെടുത്തുകയാണ്, ഇത് യഹൂദ സമുദായത്തിന്റെ പാപപരിഹാരത്തിനായി കൊല്ലപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടല്ല, ഇത് മനുഷ്യ സമുദായത്തിന്റെ പാപപരിഹാരത്തിനായി കൊല്ലപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടാണ്. ഈ രാത്രി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു ആര്? എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി എന്നെ നിത്യതയ്ക്ക് ഓഹരിക്കാരനാക്കാൻ മാനവ ചരിത്രത്തിൽ പകരം മരണമേറ്റെടുത്ത ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ് എന്ന ബോധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തിപ്പറ. അവൻ സാധാരണക്കാരനല്ല, അവൻ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. മദ്രാസിലെ മോനെ അറിയുമോ? കരിക്കൻവില്ല കൊലക്കേസിലെ ഒന്നാമത്തെ പ്രതി, വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ പ്രതി, ചോരയിൽ കുളിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുരണ്ട പാപക്കറ കഴുകിക്കളയാൻ കഴിവുള്ള ഏത് രക്തമാണ് ഈ ഭൂമിയിലുള്ളത്? എന്നാൽ അവനെയും നിത്യതയ്ക്ക് അർഹനാക്കാൻ കഴിഞ്ഞ ഒരു രക്തമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, ആ രക്തത്തിൻ്റെ വിടുതൽ ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ മരണം അത് സാധാരണ മരണമല്ല. ഈ രാത്രി മറ്റൊന്നും പ്രസംഗിച്ചില്ലെങ്കിലും യേശുവിൻ്റെ മരണം മാത്രം അകക്കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടാൽ നിന്റെ വിഷയത്തിന് ഉത്തരം തരാൻ അവൻ്റെ കരം ബലത്തോടെ ചലിച്ചിരിക്കും. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ആ സ്ഥലങ്ങളിലേക്ക് ഞാനൊന്ന് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കും, ഇതുപോലെ മരിച്ച ഒരുവൻ ചരിത്രത്തിലുണ്ടോ? യേശുവിൻ്റെ മരണം ചിന്തിക്കുമ്പോൾ 3 സ്ഥലം പ്രത്യേകം ചിന്തിക്കണം. 1 ഗതസമന, 2 ഗബത്ത, 3 ഗോൽഗോത്ത. മനസ്സിൽ ഒന്ന് കരുതുക. 1 ഗതസമന, പ്രാർത്ഥനയിൽ ചോര വിയർത്ത സ്ഥലം. 2 ഗബത്ത, ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് മാംസം ചിതറി വീണ് രക്തം തെറിച്ചെത്തിയ സ്ഥലം. ഗോൽഗോത്ത, ക്രാനിയോൻ, കാൽവറി, ഒടുവിലത്തെ തുള്ളി രക്തവും എൻ്റെ പാപമോചനത്തിനായി ഊറ്റിവെച്ച സ്ഥലം. ഇത് കേൾക്കുന്ന രക്തത്താൽ കഴുകൽ പ്രാപിച്ച പാപമോചനം അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം, അതെൻ്റെ വിടുതലിൻ്റെ പദ്ധതിയാണ്. അത് ഓർക്കുമ്പോൾ മൗനമായിട്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ആ ഗതസമനയിലേക്ക് നിങ്ങൾ നോക്കി. എൻ്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ, നരകത്തിൽ ഊറച്ചിട്ട ദുർമനസാക്ഷിയോടെ, വഞ്ചനയിൽ തുകച്ചെടുത്ത ദുർമുഖത്തോടെ, സകല പൈശാചിക സത്വങ്ങളും ഒരുപോലെ മുഖത്തുരുണ്ടുകൂടിയ ഒരു വഞ്ചകൻ, ഒരു നരാധമൻ, എൻ്റെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇരുതലമൂരി യൂദാ ഇസ്കരിയോത്ത, യേശുവിനെ വിറ്റ കാശ് പോക്കറ്റിലിട്ടുകൊണ്ട് യേശുവിന് കള്ളയുമ്മ കൊടുക്കുമ്പോൾ കീശയിൽ കിടക്കുന്ന കാശ് യേശുവിൻ്റെ ദേഹത്തൊരയുമ്പോഴും മനസാക്ഷി കുത്തില്ലാതെ ചുംബിക്കാൻ കഴിവുള്ള ആ മനുഷ്യനെ കുറിച്ച് എന്തു പറയാൻ? മാനവജാതിയുടെ ചരിത്രമുണ്ടായത് മുതൽ ഇതുവരെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഉപയോഗിച്ചിട്ടുള്ള ചുടുചുംബനത്തെ വഞ്ചനയുടെ മീഡിയമാക്കി മാറ്റിക്കൊണ്ട് യേശുവിനെ ചുംബിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് ആക്രോശിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യാതെ സ്നേഹിത എന്ന് പറഞ്ഞ യേശു പ്രാർത്ഥിക്കുന്ന നിനക്കൊരു മാതൃകയായിരിക്കട്ടെ. നിനക്കെതിരെ കരമുയർത്താൻ കരുതിക്കൂട്ടി കർട്ടൻ്റെ പുറകിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ട് സ്നേഹപൂർവ്വം നിനക്ക് വഞ്ചനയുടെ ചുടുചുംബനം തരുന്നത് ആരായാലും നീ കരമുയർത്തണ്ട. നീതിയോടെ വിധിക്കുന്നവങ്ങൾ കാര്യം കൈമാറിയാൽ സമയത്ത് ഇടപെടാൻ കഴിവുള്ളവനാണ് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി ഇടപെടുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക. ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന,
അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറഞ്ഞു വീഴുന്ന അടി ഗബത്തയിൽ വെച്ചേൽക്കുകയാണ്. കൈകാലുകൾ നിലത്തോട് ചേർത്ത് റാ പോലെ വളച്ചു നിർത്തി അടിച്ച് തകർത്ത് ചോരയിൽ കുളിപ്പിച്ച് ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി അവൻ ഗോൽഗോഥയെ സമീപിക്കുക. ഇത് കാണുന്ന ഒരു ദൈവപൈതലിന് കൈകെട്ടി വാപൂട്ടിയിരിക്കാൻ പറ്റില്ല. എൻ്റെ രക്ഷകന്റെ മരണം കേൾക്കുമ്പോൾ പഴയ പാമ്പിൻ്റെ തല തകർന്ന രംഗം മനസ്സിൽ ഓർമ്മ വരുന്ന ദൈവമക്കൾ ആഘോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ക്രൂശുമായി ഗോൽഗോഥയിൽ എത്തിക്കഴിഞ്ഞു. പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് റോമൻ പടയാളികൾ ഷൂസിട്ട കാലുകൊണ്ട് കൈകാലുകൾ ആണിയോട് ചേർത്ത് ബന്ധിക്കേണ്ടതിന് അതാ സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കിയിട്ട് ഒരു കയറിൻ്റെ സഹായത്തോടെ ആ ക്രൂശ് ഉയർത്തി പാറയിടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അവയെല്ലാം എനിക്കെണ്ണാം എന്ന പ്രവാചക വാക്യം നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിൽ അടിച്ച് തകർത്ത പുറം മരത്തോട് ഉരയുമ്പോൾ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന യേശുവിനെ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുയർത്തി ഒന്ന് കാണുക. അവിടെയാണ് നമ്മുടെ പാപമോചനം, അവിടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്, അവിടെയാണ് പഴയ പാമ്പിൻ്റെ തല തകർന്നത്. ഇന്ന് രാത്രി നാം അനുഭവിക്കുന്ന സകല ആത്മീക സത്തയുടെയും അടിത്തറ അത് കാൽവറിയിലെ ബലിമരണ രംഗമാണ്. സ്തോത്രം. ഞാൻ ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അമ്മ ജന്മം തരാൻ നേരത്ത് പെടഞ്ഞു മരിച്ചു എന്ന് ഒരു മകൻ അറിഞ്ഞാൽ ആ മകൻ ചോരയിൽ പിറന്നവനാണെങ്കിൽ അവൻ ചിരിക്കില്ല, കരയും. കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം അതിൻ്റെ ഭീകരത കാട്ടിക്കൊണ്ടിരിക്കുന്ന കാലം, ഒരു സാധുവായ അമേരിക്ക സ്ത്രീ നവജാത ശിശുവായി ജനിച്ചു വീണൊരു കുഞ്ഞിനെ തോളിൽ ചേർത്ത് വെച്ച് പട്ടിൽ പൊതിഞ്ഞ് നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് കൊടും ശൈത്യം, അസ്ഥി കോച്ചുന്ന തണുപ്പിൽ ഒരു വീടിൻ്റെ ഓരത്തോട്ട് കയറി നിൽക്കുകയാണ്. അമേരിക്കൻ വൈര്യം കത്തി നിൽക്കുന്നത് കൊണ്ട് അകത്തു നിന്ന് പുറത്തോട്ടിറങ്ങി വന്ന ആ വീട്ടിലെ ചില ആളുകൾ, പോ, ഇവിടെ കയറരുത്, കണ്ടവർക്കെല്ലാം കയറിച്ചാരാനുള്ള സ്ഥലമല്ലിത്, പോ എന്ന് പറഞ്ഞ് ആട്ടിയിറക്കുമ്പോൾ ആ അസ്ഥി കോച്ചുന്ന മാംസമുറയ്ക്കുന്ന ശൈത്യത്തിൽ അടുത്ത വീടിൻ്റെ ഓരത്തേക്ക് ആ സാധു സ്ത്രീ കയറി നിന്നു. അവിടെ നിന്ന് മാട്ടിയിറക്കി. ആ സമയം ആരോ പറഞ്ഞു, ദേ ആ കാണുന്ന ഒരു പാലമാണ്, അതിൻ്റെ അങ്ങേക്കരയിൽ മഞ്ഞ് മൂടി കാണുന്ന ഒരു ഓർഫനേജാണ്. അവിടെ എത്തിയാൽ അവിടെ ഒരു സുവിശേഷകനുണ്ട്, നിങ്ങൾക്ക് വേണ്ട കരുതൽ തരും. നിങ്ങൾക്കറിയാമോ, ഈ സ്ത്രീ നടക്കാൻ തുടങ്ങി. വെച്ച് 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 വിറച്ച് 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 വെച്ച് ആ പാലത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോ ആ സ്ത്രീക്ക് മനസ്സിലായി, ഇനിയും ഒരു ചുവട് വെക്കാൻ എനിക്ക് ആരോഗ്യമില്ല, ഞാൻ മരിച്ചു പോകും. അവൾ നേരെ പാലത്തിനടിയിലേക്ക് ഇറങ്ങി ഒരു കല്ലിൽ ഇരുന്ന് അവളുടെ കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചിട്ട് അവളുടെ മുഴുവൻ ശരീരം കൊണ്ട് ആ കല്ലിലെ ആ മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് കുനിഞ്ഞ് ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇരിപ്പിൽ അവൾ മരവിച്ചു മരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ അതുവഴി ഇറങ്ങി വന്ന മിഷണറി ഒരു കുഞ്ഞിൻ്റെ എങ്ങലടി കരച്ചിൽ കേട്ട് കാതോർത്തിറങ്ങി ചെന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച, ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പിടയുന്നു. അമ്മയുടെ ഡെഡ് ബോഡിയാണ് മരവിച്ച് ചത്തിരിക്കുക. അമ്മയുടെ ശവമടക്ക് നടത്തി, ഈ കുഞ്ഞിനെ ഓർഫനേജിൽ വളർത്തി. 10ാം വർഷം മുറിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദേ ആ കല്ലിൽ നിന്റെ അമ്മ മടിയിൽ വെച്ച് മരവിച്ചു മരിച്ച ബോഡിയുടെ മടിയിൽ നിന്നാണ് എനിക്ക് നിന്നെ കിട്ടിയത്. ഇവൻ കരയാൻ തുടങ്ങി. രാവിലെ സമയം പ്രഭാത പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ മുറിയിൽ ഈ പയ്യനില്ല.
മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന പാദങ്ങളെ പിൻപറ്റി താഴോട്ടിറങ്ങിച്ചെന്നപ്പോൾ ഞെട്ടിപ്പോയി ആ കാഴ്ച. ആ കല്ലിലോട്ട് കവിണ് വീണുകൊണ്ട് എനിക്ക് വേണ്ടി ഓടി രക്ഷപ്പെടാതെ എന്നെ കരുതാൻ മടിയിൽ കെട്ടിപ്പിടിച്ച് മരവിച്ചു മരിച്ച എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അലറിക്കരയുകയാണ്. ആ മകന് മാത്രമേ ആ വികാരമുണ്ടാകൂ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ ഇന്ന് രാത്രി എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി. നിങ്ങളെ ചിരിപ്പിക്കാനല്ല ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത്, നിങ്ങളെ അത്ഭുത പരതന്ത്രരാക്കാനല്ല ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ഈ മീറ്റിംഗ് അവസാനിക്കും മുൻപ് നിങ്ങൾ ക്രൂശിലേക്കാണ് കണ്ണുയർത്തുന്നതെങ്കിൽ അവൻ്റെ കരം ഈ രാത്രി നിന്നെ വിടുവിച്ചെടുക്കുന്ന രാത്രിയായിരിക്കുമെന്ന ബോധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വെൺമണി ക്രൂസൈഡിൻ്റെ ഗ്രൗണ്ടിലിരുന്ന് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ രക്ഷകനെ നോക്കിക്കൊണ്ട് ഈ രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. അവിടെയാണ് പഴയ പാമ്പിന്റെ തല തകർന്നത്. ആ നാഥന്റെ മരണരംഗം ഘോരമാണ്. ആ കഠിന വേദനയിൽ അവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കറിയാമോ, ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്, ചോര ചിന്തിയല്ല. 2 കാലുകളിലേക്കും ശരീരഭാരമേൽപ്പിച്ചു കഴിയുമ്പോൾ മുകൾ ഭാഗത്തെ ഭാരം ശരീരത്തിൻ്റെ മുട്ടുകളിലേക്ക് വളഞ്ഞേൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരീരം ഒരു മാംസക്കഷണം പോലെ തൂങ്ങിക്കിടന്ന് 2 വശത്തെ ദൃഢഗ്രന്ഥികൾ പേശികൾ ലങ്സിൽ ഉറയ്ക്കുന്നതിനാൽ ആൾ ശ്വാസം കിട്ടാതെ പിടയും. ആ പിടച്ചിൽ നടക്കുന്ന സമയം അവിടുത്തെ രത്നഖചിതമെന്ന് പറയുന്നത് പോലെ ഉയർന്ന പരിശുദ്ധ മൊഴികളിൽ ഒരു മൊഴിയുണ്ട്. നിവർത്തിയായി. രാത്രി കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ രാത്രി പറയാം, ഒതേ ഉരുളിച്ച വേണ്ട, ഉരുള് നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, വെടിവഴിപാട് വേണ്ട, യാതൊന്നും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിന്റെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്തിയാൽ ഉലകവും വിറയ്ക്കത്തക്ക വിധം വ്യാപരിച്ച ആ വിടുതലിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി നിന്റെ കോശങ്ങളിൽ വ്യാപരിച്ച് ഈ രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ ചോദ്യത്തെ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ആ കാൽവറിയിലേക്ക് എൻ്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുകയാണ് നിവർത്തിയായി. അതിനോടനുബന്ധിച്ച് അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട് കേട്ടോ, തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രവാചക വാക്കുകളിൽ കണ്ണോടിച്ചപ്പോൾ മനസ്സിലായി, ദാഹിക്കുന്നു എന്നതുകൂടെ നിവർത്തിക്കപ്പെടാനുണ്ട്. അവർ അവന് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. നിങ്ങൾ ഓർക്കണം, എന്താ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം അതാണ് കണ്ടിവെണ്ണ. കണ്ടിവെണ്ണയും പ്രത്യേക അനുപാതത്തിൽ പുളിപ്പിച്ച വീഞ്ഞും പ്രത്യേക രാസവസ്തുക്കൾ അതേ വസ്തുക്കളോട് ചേർത്ത് തയ്യാറാക്കിയ ലോക്കൽ അനസ്തേഷ്യയാണ്. പലസ്തീൻ നാട്ടിലെ സ്ത്രീകൾ, ധനിക സ്ത്രീകൾ ക്രൂശിതരുടെ വേദന അവസാനിപ്പിക്കാൻ നൽകുന്ന മയങ്ങിപ്പോകുന്ന പാനീയമാണത്. അവൻ്റെ നാവിൻ്റെ ഭാഗത്തേക്ക് അത് അടുപ്പിച്ചപ്പോ മനസ്സിലായി, ബോധം കെടുത്താനുള്ളതാണ്, വേണ്ട. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരയാഗം ബോധത്തോടെ തന്നെ നടത്താൻ അവനത് വേണ്ട എന്ന് വെച്ചു. ഈ രാത്രി കരമുയർത്തി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ക്രൂശിലേക്ക് നോക്കിയിട്ട് പറയണം, അവിടെയാണ് എൻ്റെ വിടുതൽ നടക്കുന്ന രാത്രി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടുന്ന് ശബ്ദം ഉയർത്തി ആ ദൈവത്തിന് സ്തോത്രം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രത്യേക സമയം എന്താ നടന്നത്? ഉടനെ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം 2 കീറിപ്പോയി. 70 അടി നീളവും
30 അടി വീതിയും 3 തൂണുകളിൽ 4 ഇഞ്ച് കനത്തിൽ ഏതാണ്ട് ആദ്യ കുതിരകളെ കൂട്ടമായി കെട്ടി വലിച്ചാലും കീറാത്ത ആ വലിയ തിരശീല മുകൾ തൊട്ടടിയോളം കീറിയത് പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിനും തമ്മിൽ പാപപരിഹാരാർത്ഥം അടുത്തു ചെല്ലാൻ മാധ്യമങ്ങൾ വേണ്ട. വിശ്വസിക്കുന്ന ആർക്കും ധൈര്യത്തോടെ കൃപാസനത്തിങ്ങനെ കടത്തി ചെല്ലാൻ കവാടം തുറന്നുകൊണ്ട് ആ തിരശീല 2ആയി കീറി മാറി. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെ? ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ തരും. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. അതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക പ്ലേറ്റിനെയാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. ആ ടെക്ടോണിക് പ്ലേറ്റുകളിലാണ് ഭൂഖണ്ഡങ്ങൾ നിലകൊള്ളുന്നത്. അത് ദൈവത്തിന് സ്തോത്രം പൊങ്ങുതടി പോലെ, സമുദ്രത്തിൽ പൊങ്ങുതടി പോലെ പൊങ്ങിക്കിടന്ന് പൊട്ടിച്ചിതറിക്കിടക്കുകയാണ്. ഒരു ഭൂഖണ്ഡത്തെ വഹിക്കുന്ന പ്ലേറ്റ് മറ്റൊരു ഭൂഖണ്ഡവുമായി ചേർന്ന് വരിപ്പുരയുമ്പോൾ സംഭവിക്കുന്ന ആഘാതം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവിൻ്റെ ഈ ശബ്ദം പുറത്തോട്ട് വന്ന ഉടനെ ഭൂമി കുലുങ്ങിയെന്ന് പറയാൻ കാരണം പാതാള ലോകത്തിൽ ഈ രാത്രി വചനം ഏറ്റെടുക്കുന്ന ഒരു ദൈവവൈദ്യർ ഇവിടെയുണ്ടോ? നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികൾ കുടികൊള്ളുന്ന താവളങ്ങളെ തകർത്തുകൊണ്ട് അവൻ്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുന്നു എന്ന ബോധ്യം തരത്തക്ക വിധം പാതാള ലോകം വിറയ്ക്കുകയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പാറകൾ പിളർന്നു. ഞാൻ ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ചോദിക്കട്ടെ, ഇങ്ങനൊരു മരണം സോക്രട്ടീസിന്റെ മരണത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു സംഭവം പ്ലേറ്റോയുടെ മരണത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു സംഭവം മുഹമ്മദ് നബിയുടെ മരണത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകത്തിൽ ഒരുത്തൻ്റെയും മരണത്തിൽ സംഭവിക്കാത്ത ഈ സംഭവത്തിന്റെ കാരണം അതേ ശതാധിപൻ പറഞ്ഞ വാക്ക് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. സത്യം. ഈ രാത്രി ആ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ ഈ രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ആ കരം ബലത്തോടെ വ്യാപരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അടുത്തിരിക്കുന്നത് ആരെയെന്ന് നോക്കാതെ, പുറകിലും മുൻപിലും ഇരിക്കുന്ന ആരെന്ന് നോക്കാതെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ വിഷയങ്ങളെ യേശു ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന രാത്രിയാണ്. ഈ രാത്രി കഥകടച്ച് പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോഴും ഉള്ളിൽ നെടുവീർപ്പോടെ ഉയർത്തിയ ദീർഘശ്വാസത്തിൻ്റെ ഉത്തരം അടുത്തിരിക്കുന്ന ആളിന് അറിയത്തില്ലെങ്കിലും യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇത് തൊട്ടിട്ട് ഈ രാത്രി വിടുതലിലേക്ക് വരുത്താൻ ഈ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്ന ബോധ്യത്തോടെ ദൈവമക്കൾ എത്രമേൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ഇത് സാധാരണ രക്തമല്ല, ഇത് പാപമോചനത്തിന്റെ രക്തമാണ്. യോഹന്നാൻ പരിചയപ്പെടുത്തുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ, യേശുവാര് ശബ്ദമുയർത്തി എന്നോട് ചേർന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പറ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഞാൻ പറയട്ടെ, സകല രോഗശാന്തിയേക്കാൾ വലുതാണ് പാപശാന്തി എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് തലച്ചോറിന് മാരകമായ ഒരു രോഗം ബാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളെ ഒരു തലച്ചോറിൻ്റെ ആ വൈകല്യം നിമിത്തം, മാനസിക പ്രശ്ന നിമിത്തം മറ്റൊരാളിനെ കൊന്നു കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു. വിസ്താരം കഴിഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ ഒരു വിധി പുറപ്പെട്ടു. വിധി നടപ്പിലാക്കാൻ തുടങ്ങുന്ന അന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് വെച്ചൊരു കത്ത് പ്രസിഡന്റിന് കൊടുത്തു. പ്രസിഡന്റ് ഇദ്ദേഹത്തെ ആ വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ വിധിയിൽ നിന്ന് രക്ഷപ്പെട്ട റിപ്പോർട്ടുമായി നേരെ ജയിലിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ, ആള് തലച്ചോറിൻ്റെ പഴയ രോഗത്താൽ മരിച്ചു കിടക്കുക.
ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ക്യാൻസർ മാറുന്നതിനേക്കാൾ, എയ്ഡ്സ് മാറുന്നതിനേക്കാൾ വലുതാണ് പാപമോചനം പ്രാപിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ ഇന്ന് രാത്രി എൻ്റെ യേശുവാണ് എൻ്റെ രക്ഷകനെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്ന കടപ്പറ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലാണെന്നും ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, അവൻ സാധാരണക്കാരനല്ല, അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒന്ന്, യേശുവാര്? ഉത്തരം, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. രണ്ട്, യേശുവാര്? നിങ്ങളാ ഭാഗത്ത് ശ്രദ്ധിക്കണം. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വയ്ക്കും, പാതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇത് സാധാരണക്കാരനല്ല, പാതിരി ചുടാൻ അധികാരമുള്ള ഒരു സുപ്രീം ജഡ്ജിയാണ് ഈ നിൽക്കുന്ന യേശു. ഒന്ന് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു ചിത്രീകരണം അവതരിപ്പിക്കുകയാണ്. വയലിലേക്ക് സദസ്സിനെ ക്ഷണിക്കുക. വയലിൽ കതിരിൽ പതിരും മണിയുമുണ്ട്. പതിരിട്ടിരിക്കുന്ന ജൂബായും മണിയിട്ടിരിക്കുന്ന ജൂബായും ഒരേ വിധത്തിലുള്ള ജൂബായാണ്, ഒരേ കവറിലാണ് ഇരിക്കുന്നത്. അടുത്തിരിക്കുന്നത് പതിരും ഇപ്പുറത്തിരിക്കുന്നത് മണിയുമാണെങ്കിലും പതിരാണ് മണിയേക്കാൾ ഇപ്പോൾ ഈ ഗ്രൗണ്ടിലല്ല, ഈ വയലിലെ ഗ്രൗണ്ടിൽ തലപൊക്കി നിൽക്കുന്നത്. ഈ പതിരിൻ്റെ ഒരു ഭാവം, അമ്പടാ ഞാനേ എന്ന ഭാവത്തിലല്ലേ ഈ പതിരിതിനകത്ത് തലപൊക്കി നിൽക്കുന്നത്. പതിരിൻ്റെ ഭാവം മറ്റുള്ളവർ കണ്ടാൽ ഓർക്കും ഇപ്പം കാഹളം തൊരിച്ചാൽ മോളിലോട്ട് പറക്കുമെന്ന്. പക്ഷേ വർഷങ്ങളുടെ യാത്രയിൽ എവിടെയോ കുത്തേറ്റ് പാലുവറ്റി ഈ കേസ്, ഈ കവറ്, ഈ പുറംപൂച്ച്, ഈ പുറംചട്ടയല്ലാതെ അകത്ത് യാതൊന്നുമില്ല. എന്നാൽ ഈ ആത്മീയ വയലിൽ ഇപ്പം ഇതെല്ലാം കൂടെ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ എല്ലാം മണിയാണെന്ന് തോന്നും. പക്ഷെ തൽക്കാലം രക്ഷപ്പെടും. പക്ഷേ ഉടമസ്ഥൻ വയലിലേക്ക് വരുന്നുണ്ട്. അവൻ ഇതിന്മേലൊരു പണി നടത്താൻ തുടങ്ങുകയാണ്. പതിരിനെ തീപ്പൊയ്കയിലേക്കും മണിയെ കളപ്പുരയിലേക്കും മാറ്റാൻ കയ്യിൽ വീശുമുറം പിടിച്ചുകൊണ്ട് സുപ്രീം ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്ന മനുഷ്യകുലത്തിന് ന്യായവിധി നൽകാൻ കഴിവുള്ള രക്ഷകൻ ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, അവൻ ആര്? അവൻ ലോകത്തെ ന്യായം വിധിക്കുന്ന ജഡ്ജി. ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ചുണ്ട്. ഇവിടെ വിധിവിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധിവിസ്താരമുണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനമുണ്ട്. ഇവിടെ ജഡ്ജിമെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെൻറ്റ് സീറ്റുണ്ട്. ഇവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിയമഗ്രന്ഥമുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല കേട്ടോ. കയ്യിൽ കിട്ടുന്ന കള്ളത്തരങ്ങൾ നിയമത്തിൻ്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെപ്പും നടക്കുന്ന ആർക്കു വേണ്ടിയും കാശുണ്ടെങ്കിൽ നന്നായി വാദിക്കാൻ ആളൂരന്മാരെ പോലെയുള്ള വക്കീലന്മാരെ കിട്ടും. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപിൽ വെളിപ്പെടുന്ന സമയത്ത് നിനക്ക് വേണ്ടി വാദിക്കാൻ ഒറ്റ അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരിക്കയില്ല. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് നിന്റെ അകത്തിരിപ്പ് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് വിധി പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജഡ്ജിയോട് പ്രതി നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സ്വർഗത്തിന്റെ കോടതി മാത്രമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം, ഇത് സാധാരണക്കാരനല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ കോട്ടയം പയസ്റ്റൻ്റേത് കോൺവെൻറ്റിൻ്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊരു പിടിയില്ല. സിസ്റ്റർ സെബിക്കും
രണ്ട് പുരോഹിതന്മാർക്കും ഫാദർ പിതൃക്കലിനുമൊക്കെയുള്ള അതിലെ ബന്ധമെന്താണ്? അടയ്ക്കാ രാജു പറഞ്ഞത് സത്യമായിരുന്നോ? മതിൽ ചാടി വെളുപ്പിന് 4 മണിക്ക് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൻ്റെ അടുക്കള ഭാഗത്തൂടെ ഉളിയിട്ട് കയറിയതാണോ? ദുർമാർഗമാണോ സംഭവിച്ചതൊന്നും നമുക്കറിയത്തില്ല. കാരണം 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം. 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കുകയും ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കുകയും ചെയ്യാം. എന്നാൽ ഞാനൊരു വസ്തുത പറയട്ടെ. എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത്, ദൈവത്തിന് സ്തോത്രം, ഈ പ്രതികളെ റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രസ്താവിച്ച ഒരു വിധി പ്രസ്താവനയുടെ ഒരു പകർപ്പെന്ന് മനോരമയിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതി നീതി നിറവേറ്റുമെന്നോർക്കണം. സത്യം തുറന്നു പറയാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും ഇരിപ്പിടമൊരുങ്ങുക എന്ന് മറക്കരുത് എന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? എടാ, ഇവിടെ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും ഇതിന് മുകളിൽ മറ്റൊരു കോടതി ഇരിപ്പുണ്ട്. ഇവിടുത്തെ കോടതിക്ക് 12 കൊല്ലത്തെ ജീവപര്യന്തമേ പറ്റൂ. എന്നാൽ അവിടുത്തെ കോടതിക്ക് ആത്മാക്കളെ നരകത്തിയിലിരുത്താൻ ശക്തിയുണ്ട്. ആ കോടതി ഇന്ന് രാത്രി ഇതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നും അവനറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ലെന്നും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം: അവൻ സാധാരണക്കാരനല്ല. വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജി ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വിശകലനമാണ്, ദൈവത്തിന് സ്തോത്രം, നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്ന സാമുദായിക പശ്ചാത്തലത്തിൽ നാം നിരന്തരം കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1-ാം ഭാഗം പിതാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനും 2-ാം ഭാഗം ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിയനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റുഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ചത്ത പിന്നെ കഥ തീർന്നു എന്ന് വിചാരിച്ച തെറ്റി. സ്തോത്രം കുറച്ചേ ഉള്ളായിരുന്നു. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ തൂക്കിലിടാൻ വിധിച്ചാൽ പിന്നെ പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി അങ്ങ് തള്ളിയിട്ട് ആളിനെ തൂക്കിലിടാൻ പ്രസിഡന്റ് കൂടെ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നെ പോക്കാഗതി. ഞാനെന്നാൽ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്തു ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്തു ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്തു പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുത്തു. എൻ്റെ പൊന്നെ മാനെ, പിള്ളേരും ഭാര്യയൊക്കെ ഉണ്ടേ, രക്ഷപ്പെടുത്തണേ, അപ്പനുണ്ടേ അമ്മയുണ്ടേ എന്ന് പറഞ്ഞു റിപ്പോർട്ട് കൊടുത്തു. അതും അങ്ങേരങ്ങ് തള്ളി. പിന്നെ ആളിനെ തൂക്കിലിടാൻ തീരുമാനിച്ചു. വിധിയുടെ രീതി അറിയാമല്ലോ. വെളുപ്പിനെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യണം, കൊലമരത്തിലോട്ട് കൊണ്ടുപോകണം, ഒരുക്കങ്ങൾ നടത്തണം. എന്നാൽ തലേ രാത്രി ഒരു പോലീസുകാരൻ സെല്ലിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആൾ അനക്കമില്ലാതെ കിടക്കുന്നത് പോലെ നാടി പിടിച്ച് നോക്കിയപ്പോൾ ആള് പോയി. എന്തായിരിക്കും വിധിയുടെ സ്വഭാവം? എന്തായിരിക്കും വിധിയുടെ സ്വഭാവം? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. വിധി നടപ്പിൽ വരുത്തുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഞാൻ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന ഈ സ്വർഗത്തിൻ്റെ കോടതി കൂടുന്നതിന് മുൻപ് ഏത് പ്രതി ചത്താലും, കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, കെട്ടി തൂങ്ങി ചത്താലും മരണം കൊണ്ട് വിധി അസാധുവാക്കാതെ പുനരുത്ഥാനമെന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം: ആ ജഡ്ജി ഈ രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ഇവൻ ആര്?
ഇവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. ഇനിയും മൂന്നാമത്തെ ഭാഗം വർത്തമാനകാല ദൗത്യമാണ്. ഒരു കരമൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. യേശു ആര്? ഒന്നാമത്തെ ചോദ്യം, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? രണ്ടാമത്തെ ചോദ്യം, ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. മൂന്ന്, യേശു ആര്? വീണ്ടും ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്ന ഇദ്ദേഹമില്ലേ, ഇദ്ദേഹം ഒരു ദൗത്യം ചെയ്യാനാണ് വരുന്നത്. അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. അത് വെള്ളത്തിലല്ല സ്നാനപ്പെടുത്താൻ തുടങ്ങുന്നത്, പരിശുദ്ധാത്മാവാകുന്ന ജലത്തിനകത്ത് ആത്മമണ്ഡലത്തിൽ നിന്നെ മുക്കാൻ കഴിവുള്ളവനാണ്. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം ഞാൻ പ്രാപിച്ച ദൈവകൃപയുടെ മഹത്വം എത്ര വലുതാണെന്ന്. മറ്റുള്ളവരാരും ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും എന്നെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതെന്തെന്നറിയാമോ? പെന്തക്കോസ്തിൻ്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ കാരണം ഈ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുഭവം പ്രാപിച്ച എത്ര ദൈവമക്കൾ ഈ രാത്രി ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ അടുക്കളയിൽ സാധാരണ പലവ്യഞ്ജനത്തിൻ്റെ ടിന്നുകളുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം എന്നൊക്കെ. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞൊരു സഭയില്ല. കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, CSI, CNI, ഇവാഞ്ചലിക്ക, പത്യം, IPC, ചർച്ച് ഓഫ് ഗോഡ്, ശാരോന് എന്നിത്യാദി നെല്ലിക്കാച്ചാക്കിൻ്റെ കുത്തഴിച്ച് വിട്ടതുപോലെ സംഘടനകൾ ഇവിടെ ഉണ്ടെങ്കിലും പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ് ഒരു സംഘടനയല്ല. വിവിധ സംഘടനകൾ ഉണ്ടെങ്കിലും എന്താണ് പെന്തക്കോസ്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ അറിയണം, അടുക്കളയിലെ മുളക് പൊടി എന്ന് അകത്ത് സംഭവം ഉണ്ടെങ്കിൽ പുറത്തൊരു ലേബൽ എഴുതി ഒട്ടിക്കുക വിദഗ്ധരായ വീട്ടമ്മമാരുടെ സ്വഭാവമാണ്. അകത്ത് ചരക്കുണ്ടെങ്കിൽ പുറത്ത് ലേബൽ നല്ലതാണ്. എന്നാൽ അകത്ത് ചരക്ക് തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒത്തിരി കാലി ടിന്നുകൾ ഈ പെന്തിക്കോസ്തിലുണ്ട്. അന്യഭാഷയോടെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാൻ കൃപ പ്രാപിച്ച ചില ദൈവമക്കളെ ഞാൻ ഈ രാത്രി ഇതിനകത്ത് കാണുന്നു. അകം കത്തുന്ന ദൈവവൈതലേ, നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ആത്മമണ്ഡലം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അവൻ്റെ കരം ഈ രാത്രി ഇവിടെ ബലത്തോടെ വ്യാപരിക്കുന്നു. ഞാൻ അഭിഷേകം, ചൈതന്യം അകത്ത് അനുഭവിച്ച ദൈവമക്കൾ പറയാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ നടക്കാൻ തുടങ്ങുന്ന സെഹിയോൻ മാളികമുറിയിലെ സ്നാനം യോഹന്നാൻ പ്രവചനാത്മാവിൽ പറയുകയാണ്. സെഹിയോൻ മാളികമുറിയിൽ നിങ്ങളെല്ലാം എന്നോട് ചേർന്ന് ആ വാക്യം ഒന്ന് ഉദ്ധരിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് നിർത്തി എന്നല്ല, അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഈ രാത്രി വചനം വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, ചിലർക്ക് നിർത്തിയതാണ് അനുഭവമെങ്കിൽ ഞങ്ങൾ ഈ രാത്രി അനുഭവത്തിൽ തുടങ്ങിയതാണ് അനുഭവം. ഏത് പ്രതിസന്ധികളെയും അഴിച്ചു മാറ്റാൻ കഴിവുള്ള ആത്മവ്യാപാരത്തിൻ്റെ ചലനം 2024 ഫെബ്രുവരി മാസത്തിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഗ്രൗണ്ടിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവിൽ പോരാടി തുടങ്ങുന്ന രാത്രിയായിരിക്കട്ടെ. യേശുവിനെ കുറിച്ച് പ്രതീകമായ പ്രയോഗങ്ങൾ പലതുണ്ട്. അവൻ യുഗങ്ങളുടെ പാറയാണ്, അവൻ നല്ല മുന്തിരിവള്ളിയാണ്, അവൻ ആടുകളുടെ ഇടയനാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നിരവധി പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. അതിലൊന്നാണ് വെള്ളം എന്നുള്ളത്, അതിലൊന്നാണ് വീഞ്ഞെന്നുള്ളത്, അതിലൊന്നാണ് തീ എന്നുള്ളത്, അതിലൊന്നാണ് മഞ്ഞെന്നുള്ളത്. ഈ രാത്രിയിൽ പറയട്ടെ, വചനം ഏറ്റെടുക്കുന്ന ഒരു ദൈവവൈതലുണ്ടെങ്കിൽ കാത്തിരിക്കുന്ന നിന്നെ കാലിയാക്കി മടക്കി വിടാതെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് ആത്മവ്യാപാരത്തിലേക്ക് നടത്താൻ കഴിവുള്ള ആത്മ അഗ്നിയുടെ സ്പർശനം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയാം, പരിശുദ്ധാത്മ വ്യാപാരം നിന്റെ സിരകളിലേക്ക് ഈ രാത്രി വ്യാപരിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ അടയാളത്തോടെ ഇതിനകത്ത് സംഭവിക്കും. നാളെ നടത്താൻ സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ, അതെ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കറിയാം, നാളെ നടത്താൻ സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിച്ചു മാറ്റാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ദൈവാനോ പകർന്നിട്ടുണ്ട്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങട്ടെ. മഹാദൈവത്തെ
വിശുദ്ധ തിരുവഴുത്തിൽ അഗ്നിപ്രഭാവം പോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഹോരേബിൽ ദൈവം വെളിപ്പെട്ട ആ രംഗം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എത്ര ദൈവമക്കൾ തിരുവഴുതനത്തിന്റെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്? ഇതാ മുൾപ്പടർപ്പ് കത്തി നിൽക്കുകയാണ്. കത്തി നിൽക്കുന്ന സമയം അതിനകത്തുനിന്നൊരു ശബ്ദം പുറപ്പെടുകയാണ്, മോശേ മോശേ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിന് ചെരുപ്പഴിച്ചു മാറ്റുക. ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയട്ടെ, ഇത് നിന്നെ കരിച്ച് ചാമ്പലാക്കുന്ന തീയല്ല. ഇന്ന് രാത്രി നീ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ഈ ദൈവ തേജസ്സിന്റെ മഹത്വം നിന്റെ ശരീരത്തെ പൊതിഞ്ഞാൽ, നിന്റെ മൺശരീരത്തിൽ വ്യാപരിക്കുന്ന എന്തെങ്കിലും രോഗത്തിന്റെ കെട്ടുകൾ ഉണ്ടെങ്കിൽ ആ അണുബീജങ്ങളെ കത്തിച്ചു കളയാൻ ഈ തീക്കുന്ന രാത്രിയിൽ ശക്തിയുണ്ട്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ശരീരത്തെ ഗ്രസിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി നിനക്ക് ഈ രാത്രിയിൽ ദൈവശക്തി അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ ഈ കൂട്ടായ്മയ്ക്ക് നടുവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാദൈവത്തെ നിന്റെ വിഷയത്തിന്മേൽ മറുപടിക്കായി ഇറക്കിക്കൊണ്ടുവരുന്ന ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ ആരാധിക്കുന്ന നിന്റെ നാവിൽ ആത്മമണ്ഡലത്തിന്റെ ബലം വ്യാപരിക്കുന്നു. പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവശക്തി പകരുകയാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാന്യ മണ്ഡലങ്ങളെ ബന്ധിക്കാൻ പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ മന്ത്രവാദികളുടെ ശക്തി എത്ര പ്രബലമാണെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയാം, ഈജിപ്ഷ്യൻ മന്ത്രവാദികളുടെ ശക്തി എത്ര പ്രബലമാണെങ്കിലും നീ കേവലം മുൾപ്പടർപ്പ് പോലെ ബലഹീനയാണെങ്കിലും ഇന്ന് രാത്രി ആത്മപ്രവാഹത്തിന്റെ ജ്വാല നിന്റെ ശരീരത്തിന്മേലൊന്ന് പൊതിയാൻ ആത്മമണ്ഡലത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പൈശാചിക ദേവി ബന്ധനങ്ങൾക്കും നിന്നെ തൊടാൻ കഴിയാത്ത വിധത്തിൽ നൈൽ ദൈവത്തിന് സ്തോത്രം ആരാധനാ കേന്ദ്രത്തിന്റെ ശക്തിക്കോ ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ടാട്ടെ. തേജസ്സോടെ യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ കൈവെക്കാതെ തന്നെ ഇതിനകത്ത് ചില വ്യക്തികൾ ആത്മസ്നാനത്തിലേക്ക് നടത്തപ്പെടുന്ന ഒരു രാത്രിയെ ദൈവാത്മാവ് തീർക്കുകയാണ്. അന്യഭാഷയിൽ പോരാടാൻ ദൈവ കൃപ തന്നിരിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, വിശുദ്ധ തിരുവഴുത്തിൽ തൻ്റെ ഓമനപുത്രൻ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ഇറങ്ങിയ ഒരു രംഗം നിങ്ങൾ 10-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. ഇന്ന് രാത്രി പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ അനുവദിക്കാതെ ആകാശമണ്ഡലത്തെ അടച്ചുപൂട്ടി ഭരിക്കുന്ന പാർസി പ്രഭുക്കൾ എത്ര ശക്തരാണെങ്കിലും അവറ്റകളെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന നിന്റെ അടുക്കൽ വിഷയത്തിന് മറുപടി എത്തിക്കാൻ തൻ്റെ ജഡാവതാരത്തിന് മുൻപ് യേശു ഇറങ്ങിയെങ്കിൽ ഈ ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി ആരാധിക്കുന്ന ചില വ്യക്തികളുടെ പ്രതിസന്ധികളെ അഴിച്ചു മാറ്റാൻ യേശു എത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടട്ടെ. ഓ ഠീരാദൽ ഘടകന ഉദര ദിഗജകൾ ഘടകന ദിഗനയാരകനക രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനകത്ത് ചില വ്യക്തികളുടെ കണ്ണ് തുറക്കുന്ന രാത്രിയാണ്. ആത്മമണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്. ഓ ദൈവത്തിന് സ്തോത്ര. പത്മോസിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആൾരൂപം, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ചലിച്ചിറങ്ങിയവൻ്റെ കരം, സെഹിയോൻ മാളികമുറിയിൽ ഇതാ മുഴക്കത്തോടെ ഇറങ്ങുമ്പോൾ ഇതാ മുൾപ്പടർപ്പിന് മുകളിൽ വസിച്ച ആത്മമണ്ഡലത്തിന്റെ പ്രവാഹം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളോടെ ആ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ആത്മാവിൽ തൊടുകയാണ്. ഞാൻ ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു നിന്റെ അടുക്കലുണ്ടെന്ന് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ അടയാളത്തോടെ നിന്റെ ജീവിതത്തിന്മേൽ സംഭവിപ്പിക്കാൻ ആ കരം ചലിക്കുകയാണ്. അനുഭവിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം.
ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മ നിയോഗത്തോടെ പോരാടുന്ന ദൈവമക്കളുടെ അധരങ്ങളിൽ ആരാധനയുടെ ശബ്ദമുയരട്ടെ, ആരാധനയുടെ ശബ്ദമുയരട്ടെ. ഈ ആത്മീയ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശുവിൻ്റെ കരം ഇറങ്ങി വന്ന് ഒരു അസാധാരണ ദൈവപ്രവൃത്തി ചില വ്യക്തികളുടെ ചോദ്യത്തിന് വേണ്ടി നടത്താൻ അവൻ്റെ കരം ഉയർന്നു നിൽക്കുന്നത് ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മാനസിക സമനിലയെ തകർത്ത് മരണം കൊതിക്കത്തക്ക വിധം ആത്മഹത്യയുടെ ബന്ധനത്തെ ഒരുക്കി അർദ്ധരാത്രിയുടെ ഉറക്കം കളഞ്ഞ് വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുടിച്ചതിന് ശേഷം വീണ്ടും വന്നു കിടന്നിട്ട് ഉറക്കമില്ലാതെ മരണം മതിയെന്ന് വിചാരിച്ച് ജീവിതത്തെ വല്ലാത്ത ഇരുളിലേക്ക് തള്ളിവിടുന്ന പൈശാചിക താവളത്തെ ഈ രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരം ഇറങ്ങി വന്ന് ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് ആ കാൽവറിയിൽ ഒഴുകിയ രക്തത്തിൻ്റെ തുള്ളികൾ ഈ രാത്രിയിലെ വ്യക്തികളുടെ മേൽ വ്യാപരിച്ചിട്ട് രക്തത്താൽ ജയം. പരിശുദ്ധാത്മാ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ഗ്രൗണ്ടിൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ നാളെ രാവിലെ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിന് മുൻപിലെ അനർത്ഥങ്ങൾ അത്ര വലുതാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ വസ്ത്രത്തേക്കാൾ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില വ്യക്തികളുടെ ചില അന്തർനിയോഗങ്ങൾ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ ചില വ്യക്തികളിൽ ചില അന്തർനിയോഗങ്ങൾ ദൈവത്തിന് ആത്മാവ് തരികയാണ്. നിന്റെ ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരം ഈ രാത്രി തൊടുന്ന രാത്രിയാണ്. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് അവിടുന്ന് 30 കിലോമീറ്റർ അപ്പുറത്ത് പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ അയച്ച് കൈമാറ്റം ചെയ്തതുപോലെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടിക്ക് എൻ്റെ ദൈവം ഈ രാത്രി ഇടപെടാൻ തുടങ്ങുന്നു. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഞാൻ ഇന്ന് രാത്രി രണ്ടാമതൊരു പ്രമേയവും അവതരിപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി രണ്ടാമതൊരു ശബ്ദവും ഉയർത്തുന്നില്ല. എനിക്കൊരുവനെ മാത്രമേ ഇന്ന് പരിചയപ്പെടുത്താൻ കഴിയൂ. അവൻ ഈ രാത്രി സുവിശേഷ പ്രസംഗത്തിൻ്റെ കാമ്പും സത്തുമാണ്. ഈ രാത്രി എത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാ പോരാ പോരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില അഭിഷിക്തന്മാരോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ദൈവമുണ്ടോ എന്ന് പോലും ചില ശോധനകൾക്ക് നടുവിൽ നീ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നീ ഉറങ്ങാൻ കിടക്കും മുൻപ് നിന്റെ വിഷയത്തെ തൊടാൻ യേശുവിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. ദൈവത്തിന് മഹത്വം. കൊയ്ത്തുകാലത്തൊക്കെയും ഇരു കരകളും കവിഞ്ഞ് ഇരമ്പി പതഞ്ഞ് നുരഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാന്റെ വശത്തേക്ക് പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദം തൊട്ട് കഴിഞ്ഞപ്പോൾ 25 മൈൽ മുകളിലുള്ള ആദാ പട്ടണത്തിലേക്ക് പോലും വെള്ളം ചിറ പോലെ ഒഴുകത്തക്ക വിധം ആ സമുദ്രത്തിനെ ആ നദിയെ രണ്ടായി മുറിച്ച കരം ഏത് കരമാ? ഈ രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ കരം ശക്തമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ വാ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ ഈ രാത്രി ശബ്ദമുയരട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ സംഭവം ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയട്ടെ. ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ ഫ്ലെമിംഗ് ഒക്കലഹോമയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കണം. സിയാറ്റിൽ നിന്ന് ഒരു ട്രെയിൻ രാവിലെ 9:30-ക്കുണ്ട്. ആ ട്രെയിനിന് പോയെങ്കിൽ മാത്രമേ കൃത്യസമയത്ത് എത്തൂ. അവിടെ എത്തിയപ്പോൾ ട്രെയിനിനോട് അടുക്കുമ്പോൾ ഉള്ളിലിരുന്ന് ഒരാൾ ശബ്ദിക്കുക, ആ ട്രെയിനിന് കയറരുത്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ആരാ ഇത് പറഞ്ഞെന്നറിയാൻ ആരെയും കണ്ടില്ല. വീണ്ടും തോന്നലാന്ന് വിചാരിച്ച് ആ ട്രെയിനിൻ്റെ സ്റ്റെപ്പേലോട്ട് കാല് വെക്കാൻ നേരത്ത് അകത്തെ ശബ്ദം, ആ ട്രെയിനിന് കയറരുത്.
തൻ്റെ ഉള്ളിലെ നിയോഗം ഏറ്റെടുത്ത് തൊട്ടടുത്ത ബെഞ്ചിൽ പോയിരുന്നു. ഇത് പോയാൽ പിന്നെ അടുത്തത് യോഗത്തിന് സമയമെത്തെത്തുക എന്നത് എനിക്ക് വിട്ടേക്കുക, അതിൽ കയറരുത്. ഞാൻ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെന്നുള്ളത് മതത്തിൻ്റെ സങ്കല്പമല്ല, അവനൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അത് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ കിട്ടി. 90 കിലോമീറ്റർ ആണെന്ന് എൻ്റെ ഓർമ്മ. കടന്നു ചെല്ലുമ്പോ എന്തിന് മുൻപിൽ പോയ ട്രെയിനിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബോഡികൾ വലിച്ചെടുക്കുകയാ. അപ്പോൾ മനസ്സിലായി, എൻ്റെ ഉള്ളിലിരുന്ന് സംസാരിച്ചത് സാധാരണ ശബ്ദമല്ല, ഞാൻ വിശ്വസിക്കുന്ന യേശുവാണ്. ഇന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി ഞാൻ ഈ പറഞ്ഞു ഒന്ന് വിളിച്ചു പറഞ്ഞ യേശുവേ. എല്ലാവരും വാ തുറന്നേ. എഴുന്നേൽക്കാവുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റേ. എഴുന്നേൽക്കാവുന്നവർ എഴുന്നേറ്റേ. ആ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ 2 കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വാ തുറന്ന് ലജ്ജ കൂടാതെ രാത്രി വിളിച്ചു പറയണം, യേശുവേ. ശബ്ദമുയരട്ടെ. സഹോദര, നീ വഴിവക്കിലായിരിക്കും. സഹോദരി, നീ ടെറസിന്റെ അതേ മുകളിൽ ഇരുന്ന് ഈ പ്രസംഗം കേൾക്കുകയായിരിക്കും. എൻ്റെ വാത്സല്യ കൂടപ്പുറപ്പേ, നീ വീടിന്റെ സിറ്റ് ഔട്ടിലായിരിക്കും. അതുപോലെ മനസ്സിനെ മതിക്കുന്ന ചില വിഷയങ്ങൾ, വാക്കുകളേക്കാൾ നെടുവീർപ്പുകൾ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ രാത്രിയിൽ തലവണമൊത്തിയായിരിക്കും കിടക്കുന്നത്. ഇന്ന് രാത്രി ശബ്ദമുയർത്തി വിളിക്കുക, നിന്റെ വസ്ത്രത്തേക്കാൾ അടുക്കൽ അവൻ നിൽപ്പുണ്ട്. ആ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ വിഷയത്തിന്മേൽ എനിക്ക് വേണ്ടി ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, അവൻ സാധാരണക്കാരനല്ല, അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. തീർന്നില്ല, അവൻ മറ്റാരുമല്ല. ദൈവത്തിന് സ്തോത്രം. നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ അകത്തേക്ക് ശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിപ്പിക്കാൻ അവൻ പരിശുദ്ധാത്മ സ്നാപകൻ. ഈ രാത്രി കരം ഉയർത്തിപ്പിടിച്ച് എൻ്റെ വിഷയത്തിന്മേൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന നീ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആ 2 കൈകളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഇനി ഒരു നിമിഷം നിങ്ങളെ കണ്ണെൻ്റെ നേരെ തുറന്നു പിടിച്ചേ. എൻ്റെ കൂടപ്പുറപ്പെ, ഏറ്റവും പുറകിൽ നിൽക്കുന്നവർ മുതൽ ശ്രദ്ധിക്കണേ. ഈ രാത്രി നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ വൃക്ഷനിബിഡമായ ഒരു വനമേഖലയിൽ കയറി ചെന്നിരിക്കട്ടെ. കുറച്ച് യാത്ര ചെയ്തപ്പോൾ വഴിതെറ്റിപ്പോയി. സന്ധിയാകുന്നു, തിരിച്ചു പോകാൻ വഴിയറിയില്ല. നെഞ്ചു വല്ലാതെ പടപട ഇടിക്കുന്നു. നെഞ്ചെടുപ്പ് ചെവിയിൽ കേൾക്കാം. പോക്കറ്റിൽ പണമുണ്ട്, അരയിൽ റിവോൾവറോ ആയുധങ്ങളോ ഉണ്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് ഓടിയപ്പം കാട്ടിൽ തട്ടിക്കുരുങ്ങി. പുറകോട്ടുള്ള വഴി അറിയില്ല. ഈ സമയം നിങ്ങൾക്ക് വേണ്ടത് എന്താ? പണമാണോ? നിങ്ങൾക്ക് വേണ്ടത് എന്താ? അത്യാധുനിക ആയുധമാണോ? അല്ല. കാട്ടിലെ വഴി അറിയാവുന്ന, നിങ്ങളെ വീട്ടിലെത്തിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു വഴികാട്ടിയെയാണ് വേണ്ടതെങ്കിൽ, നിത്യ വീട് വരെ നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള, ചരിത്രം കണ്ട, മരണത്തെ ജയിച്ചുയർത്ത ഒറ്റ വഴികാട്ടി, അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നവർ ആ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഞാൻ ഈ രാത്രി ഈ പ്രാർത്ഥന നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അന്തരംഗത്തിൽ ഇടപെടുന്നു. ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുടെ മേൽ നിർണായകമായ വിടുതൽ വേണ്ട ചില പ്രിയപ്പെട്ടവർ ഈ രാത്രി യോഗത്തിലുണ്ട്. നിന്നെ വീട്ടിലെത്തും മുൻപ് ദൈവപ്രവൃത്തിയുടെ വിടുതലിലേക്ക് നടത്താൻ ആ കരം ഉയർന്നു നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം. പാസ്റ്ററെ, ഞാൻ അത്തരം ഭാരത്തിലാണെന്ന് ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് കടന്നു വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലജ്ജ കൂടാതെ മുൻപോട്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.
യേശുവിൻ്റെ കരം നിങ്ങളുടെ വിഷയത്തെ തൊടും. ഞാൻ പ്രസംഗിക്കുന്ന യേശു മിഥ്യയല്ല, അവൻ സങ്കല്പമല്ല, അവൻ ഭാവനയല്ല, അവൻ മതത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിലെ പ്രതിഷ്ഠാ വസ്തുവല്ല. അവൻ രക്ഷകനാണ്, നിനക്ക് വേണ്ടി ഇറങ്ങി ഇടപെടാൻ കഴിവുള്ള രക്ഷകൻ, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിവുള്ളവൻ. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ആത്മാവിൽ പാടി ഒന്ന് ആരാധിക്കാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങി വരുമ്പോൾ എന്നോടുകൂടെ ദൈവദാസന്മാർ കൂടെ ഇറങ്ങി വരും. യോഗം കൃത്യസമയത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എന്നാൽ ഇന്ന് രാത്രി വിഷയത്തിന്മേൽ ഇടപെടാൻ യേശുവിൻ്റെ കരം ഉയരുമെന്ന ബോധ്യത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്കൊന്നിച്ച് കരമടിച്ചൊന്ന് പാടി ആരാധിക്കണം. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു.